സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു റെഡിമെയ്ഡ് നൈറ്റി നമ്മുടെ കറക്റ്റ് അളവിൽ ഈ ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഷേപ്പാക്കി എടുക്കാമെന്നാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഈ സ്ലീവ് രണ്ടും അഴിച്ച് മാറ്റണം. സ്ലീവ് രണ്ടും നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ സ്ലീവ് രണ്ടും അഴിച്ചെടുത്ത് ഇനി നമുക്ക് ഈ നൈറ്റി ഒന്ന് തിരിച്ചിടണം. ഒന്ന് തിരിച്ചിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മുടെ അളവ് നൈറ്റിയുടെ ഷോൾഡർ ഉണ്ടല്ലോ, ആ അളവ് നൈറ്റിയുടെ ഷോൾഡർ ഇങ്ങനെ എടുത്ത് ഈ ഷോൾഡറിൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിന് എത്ര ഇഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ അതേ അളവിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി, എന്താണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് പോകണ്ടായോ അതിന് കൂട്ടി ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം. എന്നുണ്ടോ ഞാൻ വരച്ചത് തെളിഞ്ഞ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മളിനി ഇത് ഈ അളവിൻ്റെ നൈറ്റിയും രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മീതെ വെച്ചുകൊണ്ട് കണ്ട് ഇങ്ങനെ ഒരു വര കൊടുക്കണം. അതിൻ്റെ അതേ അളവിൽ വരയ്ക്കുന്നത് ആ അളവിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഈ ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ, ആ അടയാളപ്പെടുത്തിയ ഭാഗം നമ്മൾ ആ വരച്ചതിന് മീതെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ടോ കട്ട് ചെയ്തിട്ട് ആ വണ്ണം താഴോട്ട് കട്ട് ചെയ്യണം, ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്ലീവ് വെച്ചെടുക്കണം. ഈ 2 സ്ലീവും നമുക്ക് വെച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് സ്ലീവിൻ്റെ മധ്യഭാഗം ഷോൾഡറിൽ വെച്ചുകൊണ്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ. ഇല്ലെങ്കിൽ ആ മധ്യഭാഗം ഷോൾഡറിൻ്റെ നേരെ വന്നില്ലെങ്കിൽ നമ്മൾ സ്ലീവ് വയ്ക്കുന്നത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ. കമൻറ്റിൽ കൂടി എൻ്റെ വിവരം അറിയിക്കണം കേട്ടോ. പിന്നെ തിരിച്ചിങ്ങോട്ട് വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. നമ്മൾ ഷോൾഡറിൽ നിന്നല്ലേ തുടങ്ങിയത്, ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഈ അറ്റം വരെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. കണ്ടോ എല്ലാവരും ഈ നൈറ്റി ഷേപ്പ് ചെയ്യുമ്പോൾ ഷോൾഡർ ഒന്നും ചെയ്യത്തില്ല. ഷോൾഡർ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അതിടുമ്പോൾ ഒരു വൃത്തികേടാണ്. നമ്മൾ ആ ഷോൾഡർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെങ്കിലേ നമ്മൾ നൈറ്റി ഇട്ട ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലീവ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും വെച്ചെടുക്കാം. ഇനി നമ്മളിപ്പോൾ 2 സ്ലീവും വെച്ചെടുത്ത് ഇനി നമുക്ക് നമ്മുടെ അളവ് നൈറ്റിയുടെ സ്ലീവിന് എത്ര ഇഞ്ചാണോ വണ്ണമുള്ളത് അതനുസരിച്ച് ഇതിങ്ങനെ വെച്ചുകൊണ്ട് അതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിക്കൊണ്ട് കണ്ടോ അത് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ താഴോട്ടങ്ങ് ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാൽ മതി. തയ്യൽ തുമ്പിട്ടുകൊണ്ട് അങ്ങ് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണമെങ്കിലേ നിങ്ങൾക്കിത് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മൾ ഈ ഒരു വശം തയ്ച്ചെടുക്കുന്നത് പോലെ തന്നെ അടുത്ത വശവും നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ തയ്ച്ചതുപോലെ തന്നെ അപ്പുറത്തെ വശവും കൈവണ്ണം എത്രയാണോ അത് അടയാളപ്പെടുത്തിക്കൊണ്ട്
ഇതേ രീതിയിൽ താഴോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത നൈറ്റി അളവ് നൈറ്റിയുടെ അളവാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതാണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത നൈറ്റി അളവ് നൈറ്റിയുടെ അതേ അളവിൽ തന്നെയാണ്. ഇനി സ്വല്പം ഇറക്കം കൂടുതലുണ്ട്, അത് നമുക്ക് ഈ അളവ് നൈറ്റിയേക്കാൾ 1 ഇഞ്ച് താഴോട്ട് അധികം ഇട്ടുകൊണ്ട് കട്ട് ചെയ്തിട്ട് ആ അടിവശം മടക്കി തയ്ച്ചാൽ മതി.